അപ്പം എനർജി ഓഫ് എ കപ്പാസിറ്റർ. അതിന് മുമ്പ് നമ്മൾ പറയാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഡൈലക്ട്രിക് മെറ്റീരിയൽ ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ 2 പ്ലേറ്റുകളുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ മീട്ടു? ഒന്ന് പ്ലസ് ചാർജ് ആണ്, ഒന്ന് മൈനസ് ചാർജ് ആണ്. ഒന്ന് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, അതെല്ലാം പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. മറ്റത് നെഗറ്റീവ് ചാർജുകൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരുന്നു? E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. 2 പ്രാവശ്യം അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു തന്നാണ്. അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തേക്ക് ഫീൽഡ് ലൈൻ പോവും, അത് കൺസിഡർ ചെയ്യണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അകത്തേക്ക് ഫീൽഡ് ലൈൻ പോവും. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഇയുടെ വാല്യൂ കിട്ടും. ഇനി നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ Q ആയിട്ടുള്ള ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു സി വി ആണ്. സി ഈക്വൽ ടു Q ബൈ വി ആണ്. നോക്കിയേ, ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ Q എന്ന് പറയണത് സിഗ്മ ഇൻറ്റു എ അല്ലേ? എ ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ദ പാരലൽ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. ഇനി വി എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇ ഇൻറ്റു എൽ എന്ന് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് നടുക്കത്തെ വാല്യൂ എത്രയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഈ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് നന്നായിരുന്നു. ഈ വിയുടെ വാല്യൂവും കൂടെയും ഈ സിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും? 2 സിഗ്മയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ദറ്റ് ഈസ് എ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. ഇവിടെ ഇപ്പം ഡൈലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാത്ത കേസാണ് ഈ കേസ്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് അല്ലേ? വാല്യൂ ഓർക്കുന്നുണ്ടോ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം ഇപ്പം നമ്മൾ നോക്കി, നമ്മളന്ന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം, പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പിന്നെ മൂന്നാമത് പറഞ്ഞത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനെ നമ്മൾ ആദ്യം എത്തണം. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ഇനി നമ്മൾ പറയുന്നു, നമ്മൾ ഈ ഡൈലക്ട്രിക് ഒരു മെറ്റീരിയൽ കൊണ്ട് ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒരു മെറ്റീരിയൽ വെക്കുക. ഇവിടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്ത്, ഡൈലക്ട്രിക് പ്രോപ്പർട്ടി ഉള്ള ഒരു പോളാർ മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്ത് തന്നെ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഈ ഡൈലക്ട്രിക് മെറ്റീരിയൽസിനകത്തെ ഡൈപോളുകളുടെ പോസിറ്റീവ് വശങ്ങളെല്ലാം അല്ലെ പോളുകളെല്ലാം ഈ വശത്തേക്ക് വരും. നെഗറ്റീവുകളെല്ലാം ഡൈലക്ട്രിക് മെറ്റീരിയൽസിന്റെ നെഗറ്റീവ് പോളുകളെല്ലാം ഈ വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം എന്നാ പറ്റും? മുമ്പത്തെ ആ കപ്പാസിറ്റൻസിൽ ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ കുറച്ചും കൂടി ചാർജ് സ്റ്റോർ ചെയ്യും. ആ ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഡൈലക്ട്രിക് മീഡിയം വെക്കുന്നത് മൂലം കപ്പാസിറ്റൻസിന് ഒരു വാല്യൂ കുറച്ചുകൂടി വർധനവുണ്ട്. ആ വർധനവാണ് ശരിക്കും ദ അഡ്വാൻറ്റേജ് ഓഫ് എ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡൈലക്ട്രിക് മെറ്റീരിയൽ പ്ലേസിംഗ് ബിറ്റ്വീൻ ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അങ്ങനെ ഇഫ് എപ്സിലോൺ ഈസ് ദ ഡൈലക്ട്രിക് ഓഫ് ദിസ് മീഡിയം, ഇപ്പം നമ്മൾ വെച്ച മീഡിയത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി അല്ലേ? ഒന്നും ഇല്ലാഞ്ഞപ്പം എപ്സിലോൺ 0 അല്ലെ ഫ്രീ സ്പേസ് അല്ലെ വാക്വം. അതിന് പകരം വെച്ച ഡൈലക്ട്രിക്കിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കറിയാവുന്നതാണ് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏതാണോ മീഡിയത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അതിനെ വാക്വത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഹരിക്കുന്നതിന് തുല്യമാണ്. സോ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ റിലേഷനിൽ നിന്ന് എപ്സിലോണിന്റെ വാല്യൂ എന്നാന്ന് എഴുതാം? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. അപ്പോൾ ആ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു
epsilon 0 epsilon r a divided by d. That is equal to, ഇതുകൊണ്ട് ഈ വാല്യൂ തന്നെയല്ലേ ഇതിനകത്ത് എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുന്നത്. എപ്സിലോൺ ആർ ഇൻറ്റു, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വച്ചതിന് ശേഷമുള്ള കപ്പാസിറ്ററിനെ സി ഡാഷ് എന്ന് വിളിക്കും. സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി, ഓർ സി പ്രൈം ഈസ് ഈക്വൽ ടു, ഓർ സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ടൈംസ് ഓഫ് കപ്പാസിറ്റൻസ് അല്ലേ. ഇതെന്ന് പറയുന്നത് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിലെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ എഴുതി അതിന്റെ അർത്ഥം എന്നാണ്? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഒരു മീഡിയത്തിന്റെ 0 ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഒരു മീഡിയം ഇല്ലായിരുന്നപ്പോൾ ഉള്ള ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന് പകരം ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള ആ കപ്പാസിറ്ററിന്റെ മൊത്തം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് കപ്പാസിറ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അത്രയും ടൈംസ് വർധനവ് ഉണ്ടായിരിക്കും. സോ എപ്സിലോൺ സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി, ഓർ സി പ്രൈം ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ടൈംസ്, അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ്, നമ്മൾ വെച്ച് മീഡിയം വെച്ച് കഴിയുമ്പോൾ അതും എപ്സിലോൺ 0യും തമ്മിലുള്ള റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ ആദ്യം ഒരു ഡൈലക്ട്രിക് മെറ്റീരിയലും വെക്കാതിരുന്നുള്ള കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അത്രയും വർധനവുണ്ട്. ആക്ച്വലി ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഡൈലക്ട്രിക് മെറ്റീരിയൽ. ഒരു ഡൈലക്ട്രിക് മെറ്റീരിയലിന്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ പാരപ്ലേറ്റ് കപ്പാസിറ്ററിന്റെ നടുക്ക് ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ വെച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് എപ്സിലോൺ ആർ ടൈംസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. നല്ലൊരു ചോദ്യമാണ്. അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ എന്താണ് നമ്മൾ പറയണം? കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കാം. കപ്പാസിറ്റൻസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്റ്റോർ ദ ചാർജ് എന്ന്, ഓർ സി കൂടിക്കഴിഞ്ഞാൽ വി ക്യൂ കൂടും. അപ്പൊ അതിനെ പറ്റും കൂടുതൽ ചാർജ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് എ ഡൈലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇപ്പൊ നോക്കിയേ, ഇതിപ്പം ആദ്യം വാക്കുമായിട്ട് ഇപ്പൊ 2 പേര് പറയാണ്, ഒന്ന് മനു അല്ലെ വേറൊരു പേര്. ഒരാളുടെ ഇരിക്കുന്ന കപ്പാസിറ്റർ C1, അതിന്റെ നടുക്ക് ഒരു മെറ്റീരിയലും വെച്ചിട്ടില്ല, 2 പ്ലേറ്റുകൾ മാത്രം. മറ്റേതിന് നടുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു മൈക്ക ഷീറ്റ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡൈലക്ട്രിക് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ ഡൈലക്ട്രിക് മെറ്റീരിയൽ വെച്ചാട്ടെ, ഇതെല്ലാം അങ്ങ് വലിയ വലിയ മെറ്റീരിയൽ ഉണ്ട്, വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിലും ആരുടെ കപ്പാസിറ്ററിലായിരിക്കും കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഏതിലായിരിക്കും? ഏതായിട്ട് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഡൈലക്ട്രിക് മെറ്റീരിയൽ വെച്ചതിലാണോ വെക്കാത്തതിലായിരിക്കുമോ? വെച്ചതിലാണ്. അതെങ്ങനെ നമുക്ക് പറയാം? അതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇ പ്രൈം എന്ന് പറയുന്നത് ആദ്യത്തതിന്റെ കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എപ്സിലോൺ 0 എ ബൈ ഡി മാത്രമാണ്. പക്ഷെ ഒരു മെറ്റീരിയൽ വെച്ച് കഴിയുമ്പം അതിന്റെ മെറ്റീരിയലിന്റെ അല്ലെ ആ മീഡിയത്തിന്റെ എപ്സിലോൺ കൊടുത്തു കഴിയുമ്പം അതിന് എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി എന്ന് എഴുതാം. അത് ചെയ്ത് കഴിയുമ്പം എപ്സിലോൺ ആർ ടൈംസ് നമ്മളൊരു മീഡിയം വെച്ചാൽ ആ മീഡിയം മൂലമുള്ള റിലേറ്റീവ് പെർമിറ്റിവിറ്റി വന്നു കഴിയുമ്പം അത്രയും മടങ്ങ് ആ കപ്പാസിറ്ററിലെ കപ്പാസിറ്റൻസ് വർദ്ധിക്കും, അത്രയും മടങ്ങ് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ ആൻസർ പറയണം, ഇന്നതിലാണ് മെറ്റീരിയൽ വെച്ചതിലാണ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കാരണം ചോദിക്കുമ്പം ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതി ഇങ്ങനെ കാര്യം കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യണം കേട്ടോ. ആ ഹെഡിങ് ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മൾ പറഞ്ഞു ഈ കപ്പാസിറ്ററിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുക, അത് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതൊരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് സ്റ്റോർ ചെയ്താൽ അത് എത്രമാത്രം എനർജി അതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെ കപ്പാസിറ്ററിനകത്ത് എത്രമാത്രം എനർജി ആവശ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ. ഫൈൻഡ് ഔട്ട് ദ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. നോക്കുക,
നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു വി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓർ ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറയുന്ന ഒരു ടേം എടുത്തു. യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യു ആയിരുന്നു അല്ലെ. വി എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ബൈ ആർ ആയിരുന്നു. ഇനി അങ്ങോട്ട് മറ്റൊരു ചാർജ് ക്യൂവിനെ, ഇനിയിപ്പോൾ ക്യൂ എന്ന് വേണേൽ കൊടുക്കാം. ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി യു ഈസ് ഈക്വൽ ടു 1/4πε0 Q1/R ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് ക്യൂ. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ലെറ്റ് W ബി ദ വർക്ക്. യു എനർജിക്ക് പകരം നമുക്കറിയാം ഡൈമെൻഷനലി എനർജി ഒന്നാണ്, വർക്ക് ഒന്നാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒരു സ്മോൾ വർക്ക്, ഇൻഫിനിറ്റ്ലി സ്മോൾ ആയ ഒരു വർക്ക് ചെയ്യുന്നത് DW എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻറ്റു ഡി ക്യു. അത് നമ്മളെടുത്ത് ഡി ക്യു എന്ന് പറയുന്ന വരെയ ഇൻഫിനിറ്റ്ലി സ്മോൾ ആയ ഒരു ചാർജ് സ്റ്റോർ ചെയ്യപ്പെടാൻ വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്യപ്പെടുന്നു. സോ ഈ ഇക്വേഷൻ ഓർത്താൽ മതി. യു ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ, ഓർ വർക്ക് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ, എനർജി ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ, ഓർ DW ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ. ഇനി നമ്മൾ പറയുകയാണ് നമ്മുടെ കപ്പാസിറ്ററിൽ 0 മുതൽ ആദ്യം ഒരു ചാർജും ഇല്ലായിരുന്നു, 0 ആയിരുന്നു ചാർജ് സ്റ്റോർ ചെയ്യപ്പെട്ടത്. അതിൽ നിന്ന് 0യിൽ നിന്ന് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് വരെയും സ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് കാണാൻ നമുക്കറിയാം ഇൻ്റഗ്രേഷൻ ചെയ്യണം. അവിടെ മുതൽ ചെയ്യണം ഇൻ്റഗ്രൽ ഫ്രം 0 ടു ക്യൂ. സോ DW മാറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾ ഇപ്പം പഠിക്കാൻ പോകണേ ഉള്ളൂ. പക്ഷെ DW മാറ്റി W ആക്കാൻ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ. W ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻറ്റു ഡി ക്യൂ. എവിടെ മുതൽ എവിടം വരെയാണ്? 0 എന്ന് പറയുന്ന ചാർജ് മുതൽ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് വരെ. ഇനി ഇവിടെ നോക്കിയേ, ഇൻ്റഗ്രേഷൻ ഏതിൻ്റെ ടേമിലാണ് കിടക്കുന്നത് നോക്കണം. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് ക്യൂ ആണ്, അല്ലെ ഡി ക്യൂലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷനിൽ ഇതും എവിടെ മുതലാണ്? 0 ടു ക്യൂ. അപ്പോൾ അതിനായും ഇൻ്റഗ്രൽ 0 ടു ക്യൂ വിനെ ക്യൂവിൻ്റെ ടേമിലോട്ടാക്കണം. നമുക്കറിയാം ക്യൂ ഈക്വൽ ടു സി വി, വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്നറിയാലോ. ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ ആണ് വേരിയബിൾ, അല്ലെ ഇവിടെ കിടക്കുന്ന സ്മോൾ ലെറ്റർ ഇതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്യൂ ബൈ സി എന്ന് തന്നെ എഴുതിയേക്കാം. സോ ഇൻ്റഗ്രൽ 0 ടു ക്യൂ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റഗ്രേഷൻ പറഞ്ഞപ്പം പറഞ്ഞാണ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1. അതിൻ്റെ പവർ എത്രയാണോ അതിൻ്റെ കൂടെ 1 കൂട്ടണം, ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആയി. അപ്പം നോക്കി, ഇപ്പം എക്സ് സ്ക്വയർ ആണെങ്കിൽ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ മീട്ടോ? ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ഇവിടെ വെറും ക്യൂ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ക്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ അതെന്ന് പറയുന്നത് ക്യൂ റേസ് ടു 1 ആണ്. അപ്പോൾ ക്യൂ റേസ് ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2. സോ ദാറ്റ് ഈസ് അവർ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടുമ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ 2 ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2 ഇൻ്റെ ഒരു സിയും കൂടെ ഉണ്ട്. എവിടെ മുതൽ എവിടം വരെയാണ്? 0 മുതൽ ക്യൂ വരെ. ഓക്കെ. ഇനി
ഇനി നമുക്കതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, ഈ ക്യൂവിന് പകരം അതിൻ്റെ അപ്പർ വാല്യൂ മുതൽ ലോവർ വാല്യൂ വരെ. ഇപ്പോൾ ക്യാപിറ്റൽ ക്യൂ അപ്പർ വാല്യൂ 1/2c അല്ലെ Q²/2c മൈനസ് ക്യൂവിന് പകരം 0 കൊടുക്കുമ്പോൾ വാല്യൂ മുഴുവൻ 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q²/2c എന്നാണ്. ശരിയല്ലേ? ഇപ്പൊ ഇന്റഗ്രേഷൻ മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? W എന്ന് പറയുന്നത് Q²/2 × c എന്നായി. ഇനി Q എന്ന് പറയുന്നത് എന്നാണ്? CV അല്ലേ? അപ്പൊ Q² എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം? CV-യുടെ സ്ക്വയർ വരും. CV²/2c. ദാറ്റ് ഈസ് ഈക്വൽ ടു C²V²/2c. ഈ സിയും ഈ സിയും ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ CV². ഇത് അടുത്ത ഇക്വേഷൻ കേട്ടോ. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ആദ്യം കിട്ടി. So this is the first equation. Work is equal to Q²/2c. അതിനകത്തോട്ട് ഞാൻ ക്യൂവിന് പകരം CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വർക്ക് ഈസ് ഈക്വൽ ടു ½ CV² എന്ന് കിട്ടി. ഇനി ഇതിനകത്തോട്ട് വിയുടെ ടേമിൽ, ക്യൂവിൻ്റെയും വിയുടെയും ടേമിൽ മാത്രം സിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടും വർക്ക് ഈസ് ഈക്വൽ ടു ½ × Q × V. അല്ല, ഇവിടെ നോക്കിയേ, എനിക്ക് ഞാൻ സംശയം ഉണ്ട്, ഈ വീട് ചെയ്ത് കാണിക്കാം. ½ CV² നമുക്ക് കിട്ടിയതിനകത്തോട്ട് ½ × C എന്ന് പറഞ്ഞാൽ എന്നാ? Q/C ആ അല്ലേ? Q/V ആ. Q ഈസ് ഈക്വൽ ടു CV, C ഈക്വൽ ടു Q/V. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ Q/V × V². വെട്ടിപ്പോയി. ദാറ്റ്സ് ഈക്വൽ ടു ½ Q. കണ്ടോ? അപ്പം ദീസ് ആർ ദ 3 ഇക്വേഷൻസ് ഓർ ദ വർക്ക് ഡൺ ഓർ ദ എനർജി സ്റ്റോർ ഇൻ എ കപ്പാസിറ്റർ ഫോർ സ്റ്റോറിങ് എ ചാർജ് ക്യാപിറ്റൽ Q. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ കൊടുത്തു കഴിയുമ്പം രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഇടയ്ക്ക് ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു ചാർജ്, അത്രയും മാത്രം ചാർജ് സ്റ്റോർ ചെയ്യപ്പെടാൻ വേണ്ട വർക്കാണ്. ഇതാണ് ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് പറഞ്ഞത്. നമുക്ക് ½ mv² നമുക്കറിയാം അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². അതിന് തുല്യമായ ഒരു ഇക്വേഷൻ ആണ് ഇങ്ങനെ ഓർത്താൽ. ഹാഫ് ഉണ്ട്, ½ എമ്മിന് വരും സി, ½ CV². ഇനിയിപ്പോൾ ക്യൂവിൻ്റെ ടേമിൽ കണ്ടുപിടിക്കണമെങ്കിൽ സിക്ക് പകരം ക്യൂവിൻ്റെ ടേമിലുള്ള ഇക്വേഷൻ കൊടുക്കുക. വിയുടെ ടൈമിൽ കണ്ടുപിടിക്കണമെങ്കിൽ സിക്ക് പകരം വി വരുന്ന ഇക്വേഷൻ കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ച് രണ്ട് ഇക്വേഷനിലോട്ട് പോകും. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ½ CV², വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q²/2c, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ½ Q × V. ഒന്നോടെ നോക്കിയേ, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതുന്നു. V ഈസ് ഈക്വൽ ടു 1/4πε0 Q/R. എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിനെ ചാർജ് കൊണ്ട് ഗുണിക്കണം. അത് നമ്മളിവിടെ ആദ്യത്തെ ഇക്വേഷൻ എടുത്തിട്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ, ഇലക്ട്രിസിറ്റി പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ഇനി പറയാണ്, ഒരു വളരെ ചെറിയ ചാർജ് DQ, വളരെ ഇൻഫിനിറ്റ്ലി സ്മോൾ ആയ DQ എന്ന് പറയുന്ന ചാർജ് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന വർക്ക് DW ആണെങ്കിൽ മൊത്തം എത്ര വർക്ക് ചെയ്യണം? അപ്പൊ നമ്മൾ ചോദ്യം ഇതായി, എത്ര ചാർജ് സ്റ്റോർ ചെയ്യുന്നുണ്ട്? അവിടെ മുതൽ 0 മുതൽ Q എന്ന് പറഞ്ഞ ഒരു ചാർജ് ഈ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ട വർക്ക്. അപ്പം നമ്മൾ ഈ ഇന്റഗ്രേഷൻ ചെയ്യണം. ഈ പറയുന്ന ഡിഫറൻസിയേഷൻ പോകാൻ വേണ്ടി ഇന്റഗ്രൽ ഓഫ് എവിടെ മുതൽ എവിടം വരെ? 0 to Q V × DQ. വിയുടെ ടേം അല്ല, നമുക്ക് ക്യൂവിന്റെ ടേമാണ്. ഇന്റഗ്രേഷൻ ഇങ്ങനെ മാറ്റി കൊടുത്തിരിക്കുന്നു. വിക്ക് പകരം ഞാൻ കൊടുക്കാം Q ഈക്വൽ ടു CV ആണ്, V ഈക്വൽ ടു Q/C. Q/C × DQ. ഇനി ക്യൂവിന്റെ ഇന്റഗ്രേഷൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യൂവിന്റെ എത്രയാണ്? Q²/2. അപ്പൊ Q²/2c എന്ന് കിട്ടും. 0 മുതൽ Q വരെയും കൊടുത്തു കഴിയുമ്പം ക്യാപിറ്റൽ Q²/2c എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഫോർ ദ വർക്ക്. ഇനി ക്യൂവിന് പകരം സിയുടെ ടേമിൽ എഴുതാൻ വേണ്ടി
Q equal to CV കൊടുത്തു. Then I obtain half CV square. ഇനി സിക്ക് പകരം Q by V എന്ന് കൊടുക്കുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് Q into V. It's very, very important. It's an expression for the energy or work of a capacitor or energy stored in a capacitor or energy of a capacitor. Energy of a capacitor. Q എന്ന് പറയുന്ന ചാർജ് ചെയ്യാൻ വേണ്ടി ഈ കപ്പാസിറ്റർ എത്രമാത്രം വർക്ക് ഡൺ ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, ചെയ്യുന്ന വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളിലുള്ള എനർജിയാണ് നമ്മൾ വർക്കായിട്ട് ചെയ്യുന്നത്. രണ്ടും ഡൈമെൻഷനലി ഒന്നാണ്. അപ്പം വർക്ക് എത്രയാണെന്ന് ചോദിച്ചാലും എനർജി എത്രയാണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷനാണ്. മനസ്സിലായോ? ഇത് എഴുതിയെടുത്തേ. നമ്മളിപ്പോ പറഞ്ഞ എനർജി ഒക്കെ വരുന്നൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 1. 2 point charges. എഴുതിക്കോ, 2 point charges. 2 point charges. 6 microfarad. ഇപ്പൊ പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചോദ്യം തെറ്റല്ലേ. 2 capacitor എന്ന് കൊടുക്കുക കേട്ടോ. 2 capacitors of capacitance 6 microfarad and 4 microfarad are connected in series. Across a 120 volt supply. പവർ സപ്ലൈ 120 വോൾട്ട് സപ്ലൈയിലോട്ട് 6 വോൾട്ടും 4 വോൾട്ടും കപ്പാസിറ്ററുകൾ സീരീസ് ആയി ഘടിപ്പിച്ചു. ക്വസ്റ്റ്യനെ ഫൈൻഡ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. ഒരു മാർക്ക്. ഈ രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോഴുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ്. ഫൈൻഡ് ഔട്ട് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. Question B, find out the charge on each capacitor. Find out the charge Q on each capacitors. See how much work. ഞാൻ പറഞ്ഞ വർക്കെന്നോ എനർജിന്നോ ചോദ്യം വരാം. How much work is done by the battery in charging the arrangement. In charging the arrangement. ഇങ്ങനെ ഇരിക്കുന്ന അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ കപ്പാസിറ്ററുകളെ ചാർജ് ചെയ്യാൻ എത്രമാത്രം വർക്ക് ബാറ്ററി ചെയ്യണം. തിരിച്ചു ചോദിക്കാം, ഈ കപ്പാസിറ്ററുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എത്രയാണെന്ന് ചോദിക്കാം. ചാർജിങ് ദ അറേഞ്ച്മെന്റ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തതിൻ്റെ 6 മൈക്രോഫാരഡ്, രണ്ടാമത്തതിൻ്റെ 4 മൈക്രോഫാരഡ്. അതിലേക്ക് നമ്മളൊരു 120 വോൾട്ട് പവർ സപ്ലൈ, ബാറ്ററി ആട്ടോ, 120 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ആൻസർ എഴുതിയ ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിച്ച്. എ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് സീരീസ് ആണ്. സോ ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ
1 by C equal to 1 by C1 plus 1 by C2. ഇവിടെ C1 ഉം C2 എത്രയാണ് തന്നിരിക്കണേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. That is equal to 1 by 6 plus 1 by 4. That is equal to 4 plus 6 divided by 24. That is equal to 10 divided by 24. ഇതാണോ നമ്മൾ എഴുതേണ്ട സി? അല്ല, ഇത് 1 by സിയുടെ ഇക്വേഷൻ. അപ്പൊ സി എന്ന് പറയുന്നത് എന്നാ ചെയ്യണം? ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ റെസിപ്രോക്കൽ 24 divided by 10. That is equal to 2.4. യൂണിറ്റ് എന്നാണ്? മൈക്രോ ഫാരഡ്. So the equivalent capacitance is equal to 2.4 microfarad. ചോദ്യം എങ്ങനെ വരും എന്നുള്ള ധാരണ വേണം. ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പം ഇതിപ്പം ഞാൻ പറഞ്ഞു 2008 സേയുടെ ചോദ്യം. അപ്പം മുമ്പത്തെ ഹെഡിങ്ങിൽ നിന്ന് ഇക്വലന്റ് കപ്പാസിറ്റൻസ് വന്നു. ഇനി നോക്കി ബി ക്യൂ, ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് എത്ര? കപ്പാസിറ്റർ സീരിയസ് ആയിട്ട് ഘടിപ്പിക്കുമ്പം ക്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഇൻ സീരിയസ് കോമ്പിനേഷൻ ക്യൂ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്ക് എന്നെ അറിയാം? ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി അല്ലേ? സി എത്രയാ ഇപ്പൊ കിട്ടി? അതാ പറഞ്ഞു, ഇത് തെറ്റിയാ ഇനി എല്ലാം താഴത്തോട്ട് തെറ്റും. സി എത്ര കിട്ടി? 2.4 മൈക്രോഫാരഡ് ഇൻറ്റു, നോക്കിക്കോണേ യൂണിറ്റ് ഒന്നും തെറ്റല്ലേ, മൈക്രോഫാരഡ് ഇൻറ്റു വി എത്രയാണ്? 120 വോൾട്ട്. ചെയ്ത് എത്രയാണ്? 120 ഇൻറ്റു 122 240 ഇൻറ്റു 0.4 ഇൻറ്റു 240 288. ഇനി മൈക്രോ കൂളോം, ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്, ഇവിടെ മൈക്രോഫാരഡ് ആണ്. സോ അവർ യൂണിറ്റ് ഈസ് മൈക്രോ കൂളോം. ഇത്രയും ശരിയാക്കിയാൽ ഇതിന് ഒരു മാർക്കേ ഉള്ളൂ. യൂണിറ്റ് ശരിയാക്കിയാൽ 1/2 മാർക്ക് കിട്ടുള്ളൂ. ഇത്രയും ശരിയാക്കിയാൽ 1/2 മാർക്ക്. സോ ക്യൂ ഈസ് ഈക്വൽ ടു 228 മൈക്രോ കൂളോം. സി, ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിൽ ചെയ്യപ്പെടുന്ന വർക്ക് എത്രയാണ്? അപ്പൊ നോക്കുക, വർക്കിന്റെ ഇക്വേഷൻ സിയും ഇവിടെ ക്യൂ ഉണ്ട്, സി ഉണ്ട്, വി ഉണ്ട് അല്ലേ? ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഹാഫ് സി വി സ്ക്വയർ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹാഫ് എം വി സ്ക്വയർ വെച്ച് കൈനറ്റിക് എനർജി പോലെ കപ്പാസിറ്ററിന്റെ കേസിൽ ഞാൻ ഓർത്തിരിക്കുന്നത് ഹാഫ് സി വി സ്ക്വയർ ആയതുകൊണ്ടായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഹാഫ് ഇൻറ്റു 2.4 ഇൻറ്റു ഇതിനെ വേണേ വർക്കിനെ നമുക്ക് എങ്ങോട്ട് കണ്ടുപിടിക്കാം? ജൂള്, എനർജി അല്ലേ വർക്കിന്റെ എസ് യൂണിറ്റിലോട്ട്, ജൂളോട്ട് കണ്ടുപിടിക്കുമ്പോൾ മൈക്രോ കൂളോമിനെ മാറ്റി 10⁻⁻6 കൊണ്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കൂളോമ്പിലോട്ട് മാറ്റാം. ഇൻറ്റു വി, വി എത്രയായിരുന്നു? 120 സ്ക്വയറും കൂടെ വരും. ശരിയല്ലേ? ഹാഫ് സി വി സ്ക്വയർ, ദാറ്റ് ഈസ് എ വർക്ക്. കണ്ടുപിടിച്ചേ എത്രയാണ് വർക്ക് എന്നുള്ളത് ചെയ്തേ. അപ്പം നമുക്ക് കിട്ടും ഹാഫ് സി വി സ്ക്വയർ, സി വി സ്ക്വയർ കൊടുത്തു കഴിയുമ്പം 1.73 ഇൻറ്റു 10⁻². ശരി തന്നെയാണ് കേട്ടോ കിട്ടും. 0.01728 ദാറ്റ് മച്ച് ഓഫ് 2. 2 ഡെസിമൽ ഇങ്ങ് മാറ്റിയിടും. അപ്പം 1 പിന്നെ ഒരു 0.01728 ഇൻറ്റു ദാറ്റ് മച്ച് ഓഫ് ജൂൾ. നോക്കിയേ, ഓരോന്നിൻ്റെ യൂണിറ്റും കൂടെയും ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ ചോദ്യം ഉത്തരവും? നോക്കിയേ, എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മളുടെ എനർജിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ എടുത്തല്ലോ. എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സാധനം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം അല്ലേ? ഇവിടെ ഒരു കപ്പാസിറ്റർ നമുക്കുണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അപ്പം അതിന് 2 പ്ലേറ്റുകളുണ്ട്. അപ്പം ആ പ്ലേറ്റിന്റെ വോളിയം, എനർജി എത്ര സ്റ്റോർ ചെയ്യുന്നോ അതിനെ വോളിയം കൊണ്ട് ഹരിക്കണം. എനർജി ഡെൻസിറ്റി
equal to energy stored between the plates, energy stored between the plates divided by എന്താണ് വോളിയം ഓഫ് ദ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വോളിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജിയുടെ ഇക്വേഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞ ഇക്വേഷൻ സിയും വിയും വെച്ച് ഓർത്തിരിക്കുകയാണ്. ഇപ്പം ഹാഫ് സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിന്റെ ഏരിയ എ ആയിട്ട് എടുത്തു, ഡിസ്റ്റൻസ് ഡി ആയിരുന്നു. സോ ദാറ്റ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഡി. ഇനി ഡിയും എയും വെച്ചിട്ടുള്ള സിയുടെ ഇക്വേഷൻ ആണ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. സോ ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ divided by a into d. That is equal to then reciprocal ഇടുമ്പം 1 by ad എന്നാകും. So half into epsilon 0 a divided by d into v square into 1 by a into d. a രണ്ടും ക്യാൻസൽ ചെയ്യാം. That is equal to half into എപ്സിലോൺ 0 വി സ്ക്വയർ, ഇവിടെ ഒരു ഡി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. നോക്കിയേ, നേരത്തെ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇ ഡി എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞ ഇക്വേഷൻ. ഓർ വി ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇ ആണ്. അപ്പോൾ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ദാറ്റ് ഈസ് ദ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. So energy half CV square, energy density is equal to half epsilon 0 E square. Okay.